ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീക വർധനവിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ഇതിലൂടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവമായി കടന്നു വന്നിരിക്കുന്നത് ഒരു കർത്താവിൻ്റെ ദാസനാണ്, ദേവസി. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? അതിലൊരു തിരുത്തലുണ്ട്. എന്റെ പേര് ജോസഫ്, PM ജോസഫ് എന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും ആദ്യം ഒന്നും കൂടെ ചെയ്യാം. ചെറുപ്പത്തിൽ ദേവസ്യായിരുന്നു. അത് ഇപ്പൊ ഈ ഞാൻ അറിയാതെ തന്നെ എന്റെ പേര് ജോസഫ് എന്നായി പോയി. ഓക്കെ ഓക്കെ. അത് ഓക്കെ. സാരല്ല, ദേവദാസൻ ഇപ്പം സംസാരിച്ചത് കൊണ്ട് അത് മാറ്റാം. ഓക്കെ. എവിടെ സ്ഥലം കൂടെ ഒന്ന് പറഞ്ഞാട്ട്? കോതമംഗലം വടാട്ടുപാറ. കോതമംഗലം പറയാം. ജോസഫ് ഇല്ലയോ? PM ജോസഫ്. PM ഇല്ലേലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, പറയാം. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. ഇതിലൂടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് ജീവിതാനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ PM ജോസഫ്, കോതമംഗലത്ത് നിന്ന്. ആ കർത്താവിൻ്റെ ദാസനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ആമേൻ. ഹല്ലേലൂയ. അതെ, സന്തോഷമായിരിക്കുന്നു. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ രാവിലെ കാലം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും ഷെയർ ചെയ്യുവാനും അത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് അത് കാരണമായി തീരുവാനും വ്യക്തികൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാനും കർത്താവ് സഹായിച്ചാട്ട്. നെറ്റ്വർക്കിനെയും സകലത്തെയും കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ദാസനെ ജീവിതാനുഭവം ദേവദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ജോയ്സ് ടി വിയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ എന്നെ സ്നേഹത്തോടെ എൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവിന്റെ ദാസനും ദാസിയും എന്നോട് കാണിച്ച സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യമേ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ജോസഫ് എന്നാണ്. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ മുതലുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എങ്കിലും ഒരു ദൈവം ആരാണെന്നോ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നോ ദൈവം കർത്താവ് എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു എന്നോ യാതൊരു അറിവും എനിക്കില്ലായിരുന്നു. അതിന്റെ കാരണം, ഞാൻ ഓർമ്മ വെച്ച ആ കാലം മുതൽ എൻ്റെ പിതാവ് വളരെ മദ്യപാനിയും ഭവനത്തിൽ ഒരു സ്നേഹമില്ലാതെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് 2 രൂപ കൂലിക്കാണ് ജോലിക്ക് പോകുന്നത്. ആ സമയത്ത് അപ്പൻ കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യത്തില്ല. അപ്പൻ മദ്യപാനിയും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടത്. അത് ജോലി കഴിഞ്ഞ് അമ്മ വരുമ്പോൾ അപ്പം പറയുന്നത് പോലെ
അപ്പന് ചെലവിനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ അമ്മേനെ ഉപദ്രവിച്ച് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു രംഗം കണ്ട് ഞങ്ങൾ ഓടി ഒളിക്കുകയും വളരെയധികം ഭയത്തോടെ വിറയലോടെ ഒരു ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ചെറുപ്പകാലങ്ങളിൽ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ അമ്മ ഞങ്ങൾ മക്കൾ 3 പേരായിരുന്നു. ആ 3 പേരെ പരമാവധി അമ്മ പഠിപ്പിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും മൂത്തതായിരുന്ന ഞാൻ ഒരു 7ാം ക്ലാസ് വരെയും വളരെ വളരെ പ്രയാസപ്പെട്ട് അവർ പഠിക്കുവാനിടയായതിനു ശേഷം എൻ്റെ 18ാമത്തെ വയസ്സില് ഈ ചെറിയ ജോലികൾ ചെയ്യുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിച്ച കൂട്ടത്തിൽ അമ്മ വീട്ടിലാണ് നിന്ന് വളർന്നു വന്നത്. എങ്കിലും ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നുവെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള യാതൊരു പരിജ്ഞാനവും അറിവും ലഭിച്ചില്ല. അവിടെ നിന്ന് വളർന്നുകൊണ്ട് ജോലി കാര്യങ്ങളെല്ലാം നന്നായി പഠിക്കുവാനും അതിൽ വളരെ വളരെ തികഞ്ഞ അല്ലെങ്കിൽ നല്ല ഉത്സാഹത്തോടെ എല്ലാവിധ ജോലികൾ ചെയ്യുവാൻ പഠിച്ചു. അങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തിരിച്ച് എൻ്റെ ഭവനത്തിൽ വന്ന് അപ്പനോടും അമ്മയോടും കൂടെ ഒരു 24 വയസ്സ് വരെയും ഭവനത്തിൽ നോക്കി നന്നായിട്ട് ജോലി ചെയ്ത് കുടുംബകാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നിലേക്ക് ഈ മദ്യത്തിന്റെ ഒരു സ്വഭാവം, മദ്യം കഴിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ആരെയും കൂസാക്കാതെ 24 വയസ്സിലെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച് ചെന്ന ഭവനത്തിൽ എൻ്റെ ഭാര്യയുടെ അപ്പൻ നല്ല മദ്യപാനിയായിരുന്നു. അവരിൽ നിന്നാണ് ഞാൻ ഈ മദ്യം കഴിക്കാൻ ആരംഭിച്ചത്, അങ്ങനെ ശീലിച്ചത്. അങ്ങനെ ഒരു 14 വർഷം ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും വളരെ അടിമയായി ജീവിച്ചു. ആ ജീവിച്ച കാലങ്ങളിൽ ആരെയും കൂസാക്കാതെ പലവിധമായ വഴക്കും പലവിധമായ തമ്മിത്തല്ലും കള്ളത്തടിപ്പണിയും ചാരായം പാറ്റും ഇങ്ങനെയുള്ള ആരെയും ഭയപ്പെടാതെ ആരെയും കൂസാക്കാതെ ജീവിച്ച ഒരു 15 വർഷം. ഈ കാലയളവിൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ട എൻ്റെ റിലേഷൻപ്പെട്ട ഒരാളുമായി പലപ്പോഴും ഉണ്ടായിരുന്നു. അവര് പലപ്പോഴും എന്നെ ഉപദ്രവിക്കുകയും എന്നെ തല്ലി വളരെ വേദനാജനകമായ അവസ്ഥയിലാക്കുകയൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ തിരിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ മദ്യമില്ലായിരുന്നു. ഏറെക്കുറെ ഒരു 1999 ഒരു കാലഘട്ടത്തിൽ നിന്ന് ശരിക്കും ഓർമ്മയില്ല. ആ സമയത്ത് ഇവരെന്നെ ഉപദ്രവിച്ച സമയത്ത് ഞാൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. ആ മദ്യത്തിന്റെ അകപ്പെട്ടിരുന്ന ആ ഓർമ്മയിൽ ഒന്നും ചിന്തിക്കാൻ കഴിയില്ലായിരുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ആ മദ്യത്തിന്റെ ശക്തിയാൽ എന്നെ ഉപദ്രവിക്കാൻ വന്ന ആ വ്യക്തി എൻ്റെ കയ്യാൽ മരണപ്പെട്ടു. മരിച്ചതിന് ശേഷം എൻ്റെ പേരിൽ കേസുണ്ടായി. ആ കേസ് എന്നെ കോടതി ശിക്ഷിച്ചു 14 വർഷം. ശിക്ഷയോടുകൂടെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകുവാനിടയായി. അന്നുവരെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരും സ്നേഹിതരും ബന്ധുക്കളെല്ലാം എന്നെ കൈവിട്ട ഒരവസ്ഥയായിരുന്നു. എന്നാൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലെ മിക്കവാറും പഴയ ആൾക്കാർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് കരിക്കൻ വില്ല കൊലക്കേസിലെ റെന്നി ജോർജ് എന്നറിയപ്പെടുന്ന ഒരു ദൈവദാസൻ. ആ വ്യക്തി ഇപ്പോൾ കർണാടകയിൽ ബാംഗ്ലൂർ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയെ സംബന്ധിച്ച് അവിടെ സന്തോഷമായി ജീവിച്ചു പോകുന്നു. ഞാൻ തടവറയിൽ ചെല്ലുമ്പോൾ താൻ 15 വർഷം ശിക്ഷ തികച്ച് പിന്നെയും അവിടെ കിടക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തപ്പെടുന്നത്. എന്നെ കണ്ടപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയും
എന്നെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള ആഗ്രഹത്തോടെ എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും തന്നിൽ കൂടിയും ദൈവത്തിന്റെ വചനം പലപ്പോഴും ഞാൻ കേൾക്കുവാനിടയായി. ഞാൻ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, ഇത്രയും കാലം ജീവിച്ചുവെങ്കിലും ഒരു ദൈവത്തിന്റെ ഒരു വചനം പോലും കേൾക്കുവാനോ അതിലേക്ക് തിരിയുവാനോ ഇടയാകില്ല. ഈ തടവറയിൽ വെച്ച് ആദ്യമായി ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം പ്രിയ കർത്താവിന്റെ ദാസനിൽ കൂടിയാണ്. ആ വചനം ഇപ്രകാരമായിരുന്നു. ബൈബിളിലെ യെശയ്യാ പ്രവചനം എന്ന ഒരു പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുവാനിടയായത്. ആ വചനം ഇപ്രകാരമായിരുന്നു. വരുവിൻ, നമുക്ക് രംഗപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കും. അത് പഞ്ഞി പോലെയാക്കി, രക്താംബരം പോലെ ആയിരുന്നാൽ അത് പഞ്ഞി പോലെയാക്കി തീർക്കും എന്നുള്ള ആ തിരുവചനം ആദ്യം കേട്ടപ്പോൾ എനിക്ക് അതിശയമായി തോന്നി. ഇങ്ങനെ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടോ? തിരുവചനത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ടോ എന്നെല്ലാം കേട്ടപ്പോൾ അതിലേക്ക് ആർത്തിയോടെ, സ്നേഹത്തോടെ, വളരെ ഭയത്തോടെ ആ പുസ്തകം വാങ്ങുവാനും ആ പുസ്തകത്തിലെ വാക്യങ്ങൾ അനവധി വാക്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയത്തെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാനും ദൈവത്തിന്റെ വചനം ആദ്യം കേൾക്കുന്ന വചനം ഇപ്രകാരമായിരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നുള്ള തിരുവചനം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എവിടെ ജനിച്ചത്? ഏത് ബാക്ക്ഗ്രൗണ്ടിലാ? ക്രിസ്ത്യാനിയായിട്ടുള്ള ഏത് ബാക്ക്ഗ്രൗണ്ട്? ക്രിസ്ത്യാനി ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാ. ക്രിസ്ത്യാനി കുടുംബത്തിൽപ്പെട്ട് ജനിച്ചു. എന്റെ അപ്പന്റെ പേര് മത്തായി എന്നാണ്, അമ്മയുടെ പേര് റോസ എന്നാണ്. സ്തോത്രം. ഞങ്ങൾ 3 മക്കളായി ജനിച്ചു വളർത്തപ്പെട്ടത്. പള്ളിയിലൊന്നും പോയിട്ടില്ല, ഇല്ലയോ? പള്ളിയിലൊക്കെ പോകുന്നുണ്ടെങ്കിലും അത് അസാധാരണമായി ഓർമ്മ പോലും ഇല്ല. ഒരു സ്നാനം കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ടതായിട്ട് ഓർക്കുന്നത്. പിന്നെ പള്ളിയിൽ പോകുന്നത് ആരും നിർബന്ധിക്കാറില്ല, ആരും പോവാറില്ല, ആ കൂട്ടത്തിൽ ആരും പറയാറില്ല. അതുകൊണ്ട് അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ 36 വയസ്സ് വരെയും അങ്ങനെ ജീവിച്ചു. 36ാമത്തെ വയസ്സിലാണ് ഈ കേസുണ്ടാകുന്നത്. കേസുണ്ടായി തടവറയിൽ ചെന്നതിന് ശേഷം ഈ വചനം കേട്ടപ്പോൾ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് ഏറ്റുപറഞ്ഞു. ദൈവത്തിന്റെ വചനം ഇപ്രകാരം കേൾക്കുവാനിടയായി. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും. ഇങ്ങനെയുള്ള പലവിധമായ വചനങ്ങൾ. യേശുവിന്റെ രക്തം സകല പാവങ്ങളും പോക്കി ശുദ്ധീകരിക്കും. ഇങ്ങനെയുള്ള വചനങ്ങൾ കേട്ടപ്പോൾ വചനം ആർത്തിയോടെ വായിക്കുകയോ അത് സ്വീകരിക്കുകയോ വചനപ്രകാരം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരു പാപിയാണ്, അനേക പാപത്തിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ്, പാപ സ്വഭാവമാണ്, ആരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ജയിലിൽ പോകുന്ന സമയത്ത് ഇവരെല്ലാം വിട്ടിട്ടാണ് ഞാൻ ജയിലിൽ പോകുന്നത്. വളരെ വേദനയോടെ അവിടെ കഴിയുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. 14 വർഷമല്ല, 28 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ എനിക്കൊരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ മനുഷ്യനായി, എന്റെ ഭാര്യയെ സ്നേഹിക്കണം, എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം എന്ന് നല്ലൊരു ഹൃദയത്തിന് ഉടമയായി ലോകക്കാരുടെ മുമ്പിൽ, ദേശക്കാരുടെ മുമ്പിൽ, അയൽക്കാരുടെ മുമ്പിൽ നല്ലൊരു വ്യക്തിയായി ജീവിക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിക്കണമെന്ന് ഏറെക്കുറെ 35-28 അടി ഉയരമുള്ള ആ ഭിത്തിയുടെ ചൂടിൽ ഒരു പുൽപ്പാവി വിളിച്ചുകൊണ്ട് ആണ് ആദ്യം എന്റെ തടവറയിലെ ജീവിതം ആരംഭിക്കുന്നത്. ആ പുൽപ്പാവിൽ കിടന്നുകൊണ്ട് ഞാൻ കണ്ണീരോടെ ചില രാത്രികളിൽ വളരെയധികം കരഞ്ഞ്, ഉറങ്ങാതെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. കരച്ചിൽ ഇതാണ്, കർത്താവേ, ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ എനിക്കൊരു പുതിയ വ്യക്തിയായി തീരണം, എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണം, ഞാൻ ഈ നാട്ടിൽ ചെന്ന് എന്റെ നാട്ടുകാരുടെ മുമ്പിൽ നല്ല വ്യക്തിയായി ജീവിക്കുന്നത് അവർ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ, വളരെ കണ്ണീരോടെ, വളരെ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ ഹൃദയത്തിൽ ഒരു ദൈവം ഒരു മാറ്റം തന്നു. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ ഞാൻ രക്ഷിക്കുന്നു. നിരാശയോടെ
വളരെ വേദനയോടെ ജീവിച്ചിരുന്ന എനിക്ക് ആ കർത്താവിന്റെ വചനം, അതായത് കർത്താവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരോടുണ്ടായിരുന്ന കയ്പും വിദ്വേഷവും പകയും എല്ലാം എന്റെ ഹൃദയത്തിൽ നിന്ന് ആരോ എടുത്തു കളയുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. എല്ലാവരും സ്നേഹിക്കുവാനിടയായി. എന്നെ വെറുക്കപ്പെട്ടവരോടൊക്കെ ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് അവർക്ക് കത്തുകൾ എഴുതി അവരോട് ക്ഷമ ചോദിച്ചു. കാണേണ്ട ആൾക്കാരോട് എല്ലാം നേരിൽ ചെന്ന് കണ്ട് അവരോട് ക്ഷമ പറഞ്ഞു. സകല മനുഷ്യരോട് എന്നോട് കയ്പുണ്ടായിരുന്ന, എന്നോട് വെറുപ്പുണ്ടായിരുന്ന സകല മനുഷ്യരെയും കണ്ട് അവരോട് ക്ഷമ ചോദിക്കുവാനും, ഞാൻ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പോലെ നിങ്ങൾ എന്നെ കണ്ടതുപോലെയല്ല ഇനി എന്റെ ജീവിതം, എന്റെ കർത്താവിനെ എന്നെ കണ്ടുമുട്ടി ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ നീ എത്ര കാലം എനിക്കൊരു ജീവിതം കർത്താവ് തന്നാലും കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരോടും പറയുവാനും സ്നേഹത്തോടെ ഒരു 3 വർഷം കഴിഞ്ഞാണ് ഞാൻ പരോളിൽ ഇറങ്ങുന്നത്. പരോളിൽ ഇറങ്ങിയപ്പോൾ എന്റെ ഭവനത്തിൽ ചെന്ന് ഭവനത്തിലുള്ളവരോടെല്ലാം ഈ കർത്താവിനെ കുറിച്ച് പറയുവാനും അവരെല്ലാം രക്ഷിക്കപ്പെടുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ അറിഞ്ഞ ഈ സത്യം. ഈ എത്ര നാളായിട്ടാ ജയിലിൽ ചെന്ന്? എപ്പോഴാണ്? ഉടനെ തന്നെ സുവിശേഷം കേൾക്കാനിടയായോ? അധികം താമസിയാതെ? 1990 തന്നെ ജയിലിൽ പോകാനിടയായി. ഞാൻ ജയിലിൽ ചെന്നിട്ട് അധികം താമസിയാതെ കേൾക്കുവാനിടയായോ ദൈവവചനം? ജയിലിൽ ചെന്നിട്ട് 1 മാസത്തിനകം കർത്താവിനെ കാണുവാനിടയായി, കർത്താവിന്റെ വചനം കേൾക്കുവാനിടയായി. ജയിലിൽ ചെന്ന് കർത്താവിനെ കണ്ടതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന ഭാരങ്ങളെല്ലാം എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയ ഒരു അവസ്ഥ ഉണ്ടായി. കർത്താവിനെ കാണുന്നതുവരെ ഞാൻ അനുഭവിച്ച ദുഃഖം ചെറുതേനുമല്ല, ആരും പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. അതിന്റെ കാരണം എന്റെ ഉള്ളിലുള്ള പാപങ്ങൾ, മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, എനിക്ക് സാക്ഷി പറഞ്ഞവരെ തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ അവരെ കൊലപ്പെടുത്തണം, ഇങ്ങനെയുള്ള ചിന്താഗതിയായിട്ടാണ് ജയിലിൽ കഴിയുന്നത്. ആ സമയത്താണ് ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം ഉള്ളിൽ കടന്നപ്പോൾ കർത്താവിന്റെ വചനത്തിൽ പറയുന്ന പോലെ യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന കയ്പും വിദ്വേഷവും മറ്റുള്ളവരുള്ള പകയെല്ലാം ആ സമയത്ത് ഇറങ്ങിപ്പോയി. എല്ലാവരോടും ക്ഷമിക്കുവാനിടയായി, എല്ലാവരും സ്നേഹിക്കുന്നിടയായി. അങ്ങനെ അനേക വർഷങ്ങൾ, 14 വർഷം ജയിലിൽ കഴിയുവാനിടയായി. ആ ജയിലിൽ കിടന്ന അനുഭവത്തിൽ, ആ ജയിലിൽ കിടന്ന കാലയളവെല്ലാം എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുവാനിടയായി. ഒന്നാമത്തെ കാര്യം, ഞാൻ ജയിലിൽ കിടന്നതുകൊണ്ട്, ജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം വിശ്വസിച്ചതുകൊണ്ട് ദൈവം ആരാണെന്ന് അറിയുവാനിടയായി. ദൈവം എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് മനസ്സിലായി. ദൈവം എന്തിനാണ് ക്രൂശിൽ മരിച്ച് ഉയർത്തപ്പെട്ട് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് ജീവിക്കുന്നുവെന്ന് മനസ്സിലായി. ഇത്യാദി കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ ഈ ദൈവത്തെ വിട്ട് ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നാലും ഈ ദൈവത്തെ വിട്ടുള്ളൊരു ജീവിതം എനിക്ക് ഇനി വേണ്ട എന്ന് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാനിടയായി. അങ്ങനെ 14 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യങ്ങളെല്ലാം പോകുന്നത്. ഞാൻ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം, ഭാര്യയെല്ലാം ദൈവത്തെ അറിയാതെ അല്ലെങ്കിൽ അനുസരണമില്ലാതെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു. ഞാൻ വരുമ്പോൾ എന്റെ ഭാര്യ തികഞ്ഞ ഒരു മാനസിക രോഗിയായിട്ടാണ് കാണപ്പെടുന്നത്. രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം പോലും ശരിയായി ധരിക്കാതെ, വീട്ടുകാര്യങ്ങൾ നോക്കാതെ, മറ്റുള്ളവരെ എന്നെ കാണുന്നത് പോലെ ഇഷ്ടമല്ല, അതുപോലെ വൈരാഗ്യത്തോടെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഞാൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടായ അനുഭവം. അങ്ങനെ വളരെ കണ്ണീരോടെ, എങ്കിലും ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളെല്ലാം വന്നപ്പോഴും കിടപ്പാടം പോലും ഞാൻ വന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉണ്ടായിരുന്ന ആ കിടപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായും 2 കുഞ്ഞു കലം മാത്രമാണ് എന്റെ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുടുംബമായി കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കുവാൻ ആരംഭിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നു.
കാരണം ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കാനോ സഹായിക്കാനോ ഒരു മനുഷ്യൻ പോലും ധൈര്യപ്പെടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ജയിലിൽ നിന്ന് വന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് അവർ ചിന്തിച്ചിരിക്കുന്നത് മറ്റുള്ള രീതിയിലാണ്. സാധാരണ അങ്ങനെയാ സംഭവിക്കുന്നത്. കാരണം എന്റെ അറിവിലും അങ്ങനെ തന്നെയാണ്. പല ആൾക്കാരും ചെറിയ ഒരു പെട്ടിക്കട മോഷണം അല്ലെങ്കിൽ ചെറിയൊരു മോഷണമായിട്ട് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ വലിയൊരു കൊള്ളക്കാരനെ പോലെയുള്ള ഒരു ഭയങ്കര ലോകത്തോട് ദുഷ്ടത എങ്ങനെയെങ്കിലും പ്രവർത്തിച്ച് അവന് ജീവിക്കണം, അവന്റെ ശക്തി കൊണ്ട് ജീവിക്കണം, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അനേകരെയാണ് ഞാൻ എന്റെ കണ്ണിൽ കാണുവാനും ചെവിയിൽ കേൾക്കുവാനിടയായത്. എന്നാൽ നേരെ മറിച്ച് ഞാൻ കർത്താവിനെ സ്വീകരിച്ചത് കൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കുവാനോ അങ്ങനെയൊന്നും പെരുമാറുവാനോ എനിക്ക് സാധിച്ചില്ല. ഞാൻ തടവറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ രോഗിയായിരുന്ന ഭാര്യ അനശ്വരം കെട്ട മക്കളുടെ കൂട്ടത്തിൽ വളരെയധികം കഷ്ടം അനുഭവിച്ച് ജീവിച്ചു. അങ്ങനെ ജീവിച്ച് 14-15 വർഷത്തോളം എന്റെ ഭാര്യ ഒരു മാനസിക രോഗിയായിരുന്നു. ഇതിനോട് ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് അല്പം ജോലി ചെയ്ത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണം, എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പല സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് എനിക്ക് എല്ലാവിധ ജോലി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്റെ അമ്മ വീട്ടിൽ കിടന്നുകൊണ്ട് സകലവിധ കൃഷിപ്പണികളല്ല എല്ലാവിധ ജോലികൾ ചെയ്യാൻ ഞാൻ പഠിച്ചിരുന്നു. ആ പഠനം വെച്ചുകൊണ്ട് ഞാൻ തടവറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അനേക ജോലികൾ ചെയ്യുവാനും അനേക ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. ഈ സമയത്ത് മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. ഞാൻ കോതമംഗലത്ത് നിന്ന് ശിക്ഷ കഴിഞ്ഞ് പോണ സമയത്ത് എന്റെ ഭാര്യ കോതമംഗലം പ്രദേശത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ശിക്ഷിച്ച് തടവറയിലേക്ക് പോയതിനു ശേഷം എന്റെ ഭാര്യയുടെ ആൾക്കാരെല്ലാം സ്ഥലം വിറ്റ് കർണാടകത്തിന് പോയിട്ടുണ്ടായിരുന്നു. കർണാടകത്തിലെ ഉടുപ്പി ജില്ല കൂന്താപുരം താലൂക്കില് വൺസി എന്ന സ്ഥലത്ത് അവിടെ പോയി സ്ഥലം മേടിച്ച് താമസിക്കുന്നതിനോടൊപ്പം എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അങ്ങോട്ട് പോകാനിടയായി. ഞാൻ ശിക്ഷ കഴിഞ്ഞ് വന്നിട്ട് ആ പ്രദേശത്തേക്കാണ് പോകാൻ സാധിച്ചത്. അവിടെ ചെന്ന് ജോലി ചെയ്യാൻ ആരംഭിച്ചു. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കുറെ വർഷങ്ങൾ ജോലി ചെയ്തപ്പോൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജോലിയോടും പണത്തോടുള്ള ആഗ്രഹം മൂത്തത്. അതായത് 2011 മാർച്ച് 18 വരെ ജോലി ചെയ്ത് എങ്ങനെയും കാശുണ്ടാക്കണം. ഈ തടവറയിൽ വെച്ച് എടുത്ത തീരുമാനങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായി. കാരണം കാശുണ്ടാക്കണം, പണം ഉണ്ടാക്കണം, ജോലി ചെയ്യണം, ഇങ്ങനെയുള്ള ആഗ്രഹത്തോടെ പോയി ചില ആരാധനയ്ക്ക് പോലും പോകാത്ത ഒരു സന്ദർഭം ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ആണ് 2018 ഭാര്യയ്ക്ക് സുഖമായിരുന്നോ? സുഖമായില്ല, അത് പറയാം. അതിനിടയ്ക്ക് ഞാനിത് പറയാം. അപ്പൊ 2011 മാർച്ച് 18 ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ എതിരിൽ നിന്ന് ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എതിരിൽ നിന്ന് ഒരു വാഹനം വന്ന്, രാത്രി 9:30 സമയമായി, എതിരിൽ നിന്ന് ഒരു വാഹനം വന്ന് എന്നെ വന്ന് ഇടിക്കുകയും ഞാൻ വാഹനത്തിൽ നിന്ന് തെറിച്ച് വെളിയിൽ പോയി കഴുത്തു കുത്തി വീഴുകയും ചെയ്തു. തലയിൽ ഹെൽമറ്റ് ഉണ്ടായിരുന്നതിന്റെ പേരില് തല പൊളിഞ്ഞു പോയില്ല. ഈ കഴുത്ത് ഹെൽമറ്റ് അങ്ങോട്ട് ജാമായി, ഡിസ്ക് തെറ്റിപ്പോയി. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ കഴുത്ത് ഒടിഞ്ഞു പോയ ഒരു അനുഭവത്തിലേക്ക് പോകുവാനിടയായി. എന്നെ പരിചയമുണ്ടായിരുന്ന ആൾക്കാരെല്ലാം എന്നെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കി. അവിടുത്തെ ഏറ്റവും വലിയൊരു ആശുപത്രി ഉടുപ്പി പട്ടണത്തിലെ മണിപ്പാൽ എന്ന സ്ഥലത്തെ കസ്തൂർബ ഹോസ്പിറ്റലിലെ ന്യൂറോളജി സർജൻ ആയിരിക്കുന്ന അർജുൻ ഷെട്ടി ഡോക്ടറെ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഈ ആള് തിരിച്ചു കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. ആളുടെ സ്പൈനൽ കോഡിന് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കഴുത്തിന്റെ മുൻഭാഗത്തും ഓപ്പറേഷൻ ചെയ്തു, പിൻഭാഗത്തും ഓപ്പറേഷൻ ചെയ്തു. ഡിസ്കിന്റെ പുറകിൽ ഒരു ക്ലാമ്പ് ഇട്ട് മുറുക്കി ഇപ്പോഴും വെച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം 7ാമത്തെ ദിവസം വരെത്തേക്ക് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. 7ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ജീവൻ അറ്റുപോകുന്നത് പോലെ. കാരണം ഈ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കഴുത്തിന് കീഴ്പോട്ട് തളർന്നുപോയി. യാതൊരു ചലനം ഉണ്ടായിരുന്നു. ഡോക്ടർ വിധി എഴുതി
ഓപ്പറേഷൻ ചെയ്തിട്ടും വലിയ കാര്യമില്ല എന്നെല്ലാം വിധി എഴുതി. എങ്കിലും ഓപ്പറേഷൻ ചെയ്തു 7ാമത്തെ ദിവസം, 7 ദിവസമായിട്ടും ഐസിയുയിൽ കിടക്കുന്ന സമയത്ത് 7 ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ, ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ വളരെയധികം ഭാരപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എന്റെ ബന്ധുമിത്രാദികളെല്ലാം എന്നെ വന്ന് കണ്ടിട്ട് അവരും തീരുമാനിച്ചു ഇനി മുമ്പോട്ടുള്ള ജീവിതമില്ല, ആള് മരിച്ചു പോകും എന്നുള്ള തീരുമാനമെടുത്ത് അവർ പോവുകയും ചെയ്തു. ആ സമയത്ത് ഇവരെല്ലാം, എന്റെ പരിചയക്കാരെല്ലാം വന്നു പോകണം കണ്ടപ്പോൾ എന്റെ മനസ്സിലും ഭയങ്കര ഭാരം തോന്നി. ഞാൻ മരിച്ചു പോവുമോ, ഇനി എനിക്ക് ജീവൻ കിട്ടത്തില്ലേ എന്നുള്ള ആ ഉള്ളിലുള്ള ഭാരം എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഞാൻ ദൈവത്തോട് തടവറയിൽ കിടന്ന് അതുപോലെ ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്നേരം തന്നെ മറുപടി തന്ന അനേക കാര്യങ്ങളുണ്ട്. അതുപോലെ ഐസിയു കിടന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവെ, എനിക്കൊരു ജീവൻ തന്നാൽ, എനിക്കൊരു ആയുസ് തന്നാൽ, കർത്താവ് പറയുന്നിടത്ത്, കർത്താവ് അയക്കുന്നിടത്തെല്ലാം കർത്താവിന്റെ സാക്ഷിയായി ഞാൻ പോയിക്കൊള്ളാം. എന്നോട് ഒരിക്കൽ കൂടി ഒരു കൃപ തോന്നണമേ, കരുണ തോന്നണമേ എന്ന് ഞാൻ നാവ് കൊണ്ട്, എന്റെ ഉള്ളുകൊണ്ട്, ചുണ്ടുകൊണ്ട് മാത്രം, ശബ്ദം പോലും പുറത്തു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കിടന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ 7 ദിവസമായിട്ട് എനിക്ക് ഒരല്പം പോലും മയക്കം എനിക്ക് വരാതിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു മിനിറ്റ് 2 മിനിറ്റോളം എന്റെ കണ്ണു മയങ്ങിപ്പോയി. ആ മയങ്ങിയ സമയത്ത് ഞാനൊരു ശബ്ദം കേട്ടു എന്റെ ചെവിയിൽ. അത് ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദം ഇതായിരുന്നു: യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നുള്ള വചനം. ആ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു ദൈവശബ്ദമാണല്ലോ, ദൈവത്തിന്റെ വചനമാണല്ലോ ഇത് കേട്ടതെന്ന് വിചാരിച്ച് ഞാൻ കണ്ണു തെളിച്ചു. എനിക്കൊരു എന്തോ ഒരു ധൈര്യം കിട്ടിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അടുത്ത് എന്നെ ശുശ്രൂഷിച്ചു നിന്നിരുന്ന എന്റെ സഹോദരിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ താട്ടെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരും ഇങ്ങനെ തീരുമാനിച്ച് അവസാനമായി വെള്ളം മരണത്തിന് മുമ്പ് ചോദിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് അവരിതൊന്ന് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നു. അവർ സ്പൂണും കൊണ്ട് അല്പം വെള്ളം കോരി തന്നു. ആ സമയം ഞാൻ ഒരു തുള്ളി 7 ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് ഇറങ്ങാതിരുന്ന എനിക്ക് ആ സമയം 3 ഗ്ലാസ് വെള്ളം കുടിക്കാൻ ദൈവം സഹായിച്ചു. വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐസിയുയിൽ നിന്ന് ഡോക്ടർ പുറത്ത് വാർഡിലേക്ക് ആക്കി. വാർഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഒരു 40 ദിവസം ആകുമ്പോഴേക്കും നടക്കാൻ സാധിക്കും, നിങ്ങൾ വളരെ കാര്യമായിട്ട് നോക്കണം എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ സമയത്ത് ഞാനും ആ ദൈവശബ്ദം കേട്ടതിന് ശേഷം എന്റെ ശരീരത്തിന് അല്പാൽപ്പം ബലം വരുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഡോക്ടർ 40 ദിവസം ആകുമ്പോഴേക്കും നടക്കാമെന്ന് പറഞ്ഞെങ്കിലും 10ാമത്തെ ദിവസമായപ്പോൾ ആരുടെയും സഹായം കൂടാതെ ഞാൻ നടക്കുന്നത് ദൂരെ നിന്ന് ഡോക്ടർ വാർഡിലേക്ക് വരുന്ന സമയത്ത് ദൂരെ നിന്ന് കണ്ടു. ഡോക്ടർ വന്നപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിലേക്ക് പറഞ്ഞിടുകയും ചെയ്തു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഒരു ബോഡി വരുന്നത് കാത്തിരുന്നപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഒരു ബെഡും ഒരു ഫാനും എല്ലാം മേടിച്ചുകൊണ്ട് അവിടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നതാണ് എല്ലാവരും കാണാനിടയായി. അത്ഭുതകരമായി അങ്ങനെ ചില വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഈ സമയത്തും എന്റെ ഭാര്യ മുഴുവൻ രോഗി ആയിട്ട് തന്നെ കഴിയുകയായിരുന്നു. അങ്ങനെ എന്റെ ആക്സിഡന്റ് പറ്റി ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങുവാനും സഞ്ചരിക്കുവാനൊക്കെ ഇടയായി. 3 വർഷത്തിന് ശേഷം ഞാൻ അല്പമായി പുറത്തേക്ക് പോയി, ഓരോ ഭവനങ്ങളിൽ പോയി സുവിശേഷം പറയുവാനും. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ യഥാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, യഥാർത്ഥമായി ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നമ്മോട് അടുത്തു വരും എന്നുള്ള അനേക കാര്യങ്ങൾ അടുത്തുള്ള ഭവനത്തിലും അടുത്തുള്ള എനിക്കറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 7 വർഷം മുൻപ് കോതമംഗലത്തെ ഒരു ഭാഗത്ത്, അന്നേരം ഞാൻ കർണാടകത്തിലായിരുന്നു, കോതമംഗലത്തെ ഒരു സ്ഥലത്ത് ഒരു വീട്ടില് ഓൾനൈറ്റ് പ്രയർ നടക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും എന്നോട് വരാവെന്ന് ചോദിച്ചു. എനിക്ക് കാര്യമായിട്ട് നടക്കാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ വരാം എന്ന് പറഞ്ഞു. എല്ലാവരും ഒരു 10-40 പേരത്തോളം അവിടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. ആ ഹോളിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് ഏറ്റവും പുറകില്
ആ ഹോളിൽ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, എല്ലാവരും പലവിധമായ കാര്യങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഇനി ഐസിയുയിൽ ഇറങ്ങി വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച ദൈവം എന്റെ ഭാര്യയ്ക്ക് ഒരു പൂർണ്ണമായി വിടുതൽ കൊടുക്കണം, എന്റെ ഭാര്യയ്ക്ക് സൗഖ്യം കൊടുക്കണം. ആ പ്രാർത്ഥന അല്ലാതെ വേറൊരു പ്രാർത്ഥന എന്റെ നാവിൽ വന്നില്ല. അങ്ങനെ ഞാൻ രാത്രി ഒരു 1:30-1:45 സമയത്തും വരെയും കരഞ്ഞുകൊണ്ട് ആ മൂൽക്കയിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് ഈ ഒരു ദൈവിക ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ട്, അത് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്, എന്നിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടു പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കേരളത്തിലായിരിക്കുമ്പോൾ തന്നെ കർണാടകത്തിൽ 600 കിലോമീറ്റർ ദൂരവും ഞാനിരിക്കുന്ന സ്ഥലവും എന്റെ ഭവനമായിട്ട് 700 കിലോമീറ്റർ അത്ര ദൂരമുണ്ട്. അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ആത്മാവിൽ ഞാൻ അനുഭവിച്ചതാണ്, ഒരു ശക്തി എന്നിൽ നിന്ന് പോകുന്നത് പോലെ ഞാൻ അനുഭവപ്പെട്ടു. ഈ ശക്തി നേരെ ഒരു കാറ്റുപോലെ ചെന്ന് എന്റെ ഭാര്യ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് ഭാര്യയിലേക്ക് ചെന്ന് കയറുന്നത് പോലെ ഒരു അനുഭവം ഞാൻ എന്റെ പ്രാർത്ഥനയിൽ അനുഭവപ്പെട്ടു. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ആ നേരം വെളുത്ത് എണീച്ച് പുറത്തേക്ക് വന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഭാര്യയ്ക്ക് ദൈവം സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞു. അവരത് തമാശ രൂപത്തിൽ അത് തള്ളിക്കളഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് 3-ാം ദിവസമാണ് ഞാൻ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് ചെന്നപ്പോൾ ശരിയായി വസ്ത്രം ധരിക്കുകയോ അലക്കുകയോ കുളിക്കുകയോ വീട്ടുകാര്യങ്ങളൊന്നും നോക്കാതെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു ഭ്രാന്തിയായിട്ടാണ് എൻ്റെ ഭാര്യയെ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് കേരളത്തിലേക്ക് വന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ നന്നായി അലക്കി കുളിച്ച് നല്ല സ്വഭാവത്തോടെ വീടുകാര്യങ്ങളെല്ലാം നോക്കി നല്ല മനോഹരമായി കുടുംബം നോക്കിയിരിക്കുന്ന ഒരു ഭാര്യയെ സ്വർഗത്തിൽ ദൈവം എനിക്ക് തന്നു. ആ രാത്രിത്തെ പ്രാർത്ഥന ഞാൻ എപ്പോഴും ഓർക്കും. അങ്ങനെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്നു എന്നുള്ള ആ വചനം, ആ വചനത്തിന്റെ ശക്തി അന്ന് എൻ്റെ ഭാര്യ അനുഭവിക്കാനിടയായി. അന്ന് സൗഖ്യമായിട്ട് ഇന്നത്തേക്ക് 8 വർഷത്തോളമായി. പിന്നെ മാനസിക രോഗത്തിന് ഒരു മരുന്ന് എൻ്റെ ഭാര്യ ഇതുവരെയും കഴിച്ചിട്ടില്ല. വളരെ സന്തോഷമായിട്ട് കടന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു 3 വർഷം മുമ്പാണ് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് കർണാടകത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പ്രാർത്ഥന മൂലിൽ കടന്നു വന്നിട്ട്, നിന്റെ നാട്ടിൽ പോയി നീ എങ്ങനെ മോശമായിട്ട് ജീവിച്ച് നടന്ന ആ സ്ഥലത്ത് പോയി നീ ആ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന ദൈവത്തിന്റെ ഒരു ആത്മപ്രേരണ ദൈവം സംസാരിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഞാൻ അതനുസരിച്ച് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, അവിടെ പോയി ജീവിക്കുവാനും നടക്കുവാനും എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല. ഞാൻ 13 വർഷമായി എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് 2011 എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. ഡോക്ടർ പറഞ്ഞത് 2 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്നാണ് ഡോക്ടർ വിധി എഴുതിയത്. എന്നാൽ ഇപ്പോൾ 13 വർഷമായിട്ടും ഞാൻ മരിച്ചിട്ടില്ല. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട്, സഹായം കൊണ്ട് ഇന്ന് അനേക ഇടങ്ങളിൽ കടന്നുപോയി ദൈവവചനം പറയുവാനും കർത്താവിന്റെ വാക്കനുസരിച്ച് ഈ ദേശത്ത് കടന്നു വന്നിരുന്നു പ്രാർത്ഥിച്ചു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേക ഭവനങ്ങളിൽ കടന്നുപോയി. അനേക വ്യക്തികളോട് ഈ കഴിഞ്ഞ 1 വർഷം 1.5 വർഷം കൊണ്ട് കോതമംഗലം പെരുമ്പാവൂർ ഭാഗത്ത് പലയിടങ്ങളിൽ കയറിയിറങ്ങി, അനേക ഭവനങ്ങളിൽ കയറി ഇറങ്ങി ദൈവവചനം കൊടുക്കുവാനും അവരോട് ദൈവവചനം പറയുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-60 ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനെല്ലാം ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഇനിയും അങ്ങനെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്താണ് 1 വർഷം മുമ്പ് പെട്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, തീരെ സുഖമില്ല, വേഗത്തിൽ വാ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കർണാടകത്തിലേക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, നീ അയച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്ത് രോഗമായാലും എൻ്റെ കർത്താവ് അവിടുന്ന് സൗഖ്യം തരണം. നീയല്ലാതെ, അങ്ങല്ലാതെ എനിക്കൊരു സഹായം വേറെ ആരുമില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അതിനുശേഷം 3-ാം ദിവസമായി എനിക്ക് ഇവിടുന്ന് പോകാനിടയായി. ഈ ഭാര്യയ്ക്ക് വന്ന അസുഖം
കിഡ്നി രണ്ടും ഫെയിലായി. താലൂക്ക് ആശുപത്രി കൊണ്ടുചെന്നു, ജില്ലാ ആശുപത്രി കൊണ്ടുചെന്നു. അവരെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് കിഡ്നിക്ക് യാതൊരു ചലനമില്ല, ഇനി കിഡ്നി പ്രവർത്തിക്കില്ല, നിങ്ങള് മെഡിക്കൽ കോളേജിൽ പോക്കോ. അവിടുത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മംഗലാപുരത്ത് വെല്ലോക്ക് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവര് കൊണ്ടുപോയി ആക്കി. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി രണ്ടും പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഡയാലിസിസ് നിർത്താൻ പറ്റത്തില്ല എന്നാണ് അവര് പറഞ്ഞത്. ഞാൻ അത് കേട്ടിട്ട് ആ ബെഡിൽ വന്നിരുന്ന് ഒരു 10 മിനിറ്റ് നേരം ദൈവസന്നിധിയിൽ മകളെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവരുടെ മേത്തേക്ക് ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടില്ല, അവന് പ്രാർത്ഥിച്ചില്ല. ദൈവസന്നിധിയിൽ ഹൃദയം ഉറങ്ങി 4-5 തുള്ളി കണ്ണീര് അവരുടെ ശരീരത്തിൽ വീണു. ഞാൻ തിരിച്ച് അവിടുന്ന് 120 കിലോമീറ്ററോളം വേണം എന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പൊ അന്ന് രാത്രി അവിടെ കിടക്കാൻ പറ്റത്തില്ല. നേരെ ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നീ അയച്ചിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് പോയത്. എന്റെ ഭാര്യയ്ക്ക് രോഗം മാറിയില്ലെങ്കിൽ ഇനി കർത്താവിന്റെ വേല ചെയ്യുവാൻ എന്നെ കൊണ്ട് സാധ്യമാകില്ല. കാരണം അവരെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ ഇതിൽ ഇടപെടണം, എന്റെ കർത്താവ് തന്നെ ഇതിൽ ഇടപെട്ട് എന്നെ സഹായിക്കണമെന്ന് ഹൃദയ നുറുക്കത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രി പിറ്റേ 3-ാം ദിവസം അത് ഒരു ദിവസം കൊണ്ട് ഞാൻ അവിടെ താമസിച്ചു. 3-ാം ദിവസം ഞാൻ ചെന്നപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിക്ക് ചലനം ഉണ്ടായി തുടങ്ങി, ഡയാലിസിസ് 3 ദിവസം ചെയ്തല്ലോ, ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സന്തോഷ വാർത്ത. സ്വർഗത്തിലെ ദൈവം തന്റെ മകളുടെ കിഡ്നിക്ക് നഷ്ടപ്പെട്ടു പോയ കിഡ്നി തിരിച്ചു കൊടുക്കുവാനിടയായി. അങ്ങനെ ഒരു 4 ദിവസം കൂടി ആശുപത്രിയിൽ കിടന്നിട്ട് 3 ദിവസം കൂടി കിടന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ 9 മാസം 10 മാസത്തോളമായി ഇതുവരെ ആ കിഡ്നിക്ക് യാതൊരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു. ഞാൻ അവരെ വീട്ടിലാക്കിയിട്ട് തിരിച്ച് ഒരു 5 മാസം മുമ്പ് ഇവിടെ വന്നു പ്രവർത്തനം തുടങ്ങി. ഇങ്ങനെ ആ നല്ല വെയിലത്ത് പലയിടങ്ങളിൽ പോയി കർത്താവിനെ പരിചയപ്പെടുത്തുവാനും കർത്താവിനെ കുറിച്ച് യേശുവല്ലാതെ ഭൂമിയിൽ ആരും രക്ഷിക്കാൻ നമ്മൾ വേറെ ആരുമില്ല, മാനവരാശിയെ രക്ഷിക്കുവാൻ ദൈവം തന്നെ വേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നതാണ്. ഈ ദൈവമാണ് ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ചേർക്കാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നതെന്നും എന്നുള്ള ഇത്യാദി കാര്യങ്ങളെല്ലാം അനേകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഒരു 4 മാസം മുൻപ് എനിക്ക് പെട്ടെന്ന് വയ്യാതെ സുഖമില്ലാണ്ടായി, തീർത്തും വയ്യാതെയായി, നടക്കാനുള്ള ബുദ്ധിമുട്ടായി, കൈക്കും കാലിനെല്ലാം നീരായി. വേഗം ആശുപത്രിയിൽ ചെന്നു. ആശുപത്രി ടെസ്റ്റ് ചെയ്ത് നോക്കി, ക്രിയാറ്റിൻ നോക്കിയത് ഇപ്പോൾ ക്രിയാറ്റിൻ 9.2 ഡോക്ടർമാർ വരെ അത്ഭുതപ്പെട്ടു. കിഡ്നി രണ്ടും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്, നിങ്ങൾ ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ നോക്കാനോ എനിക്ക് ബന്ധുക്കൾ ആരും ഈ ദേശത്തില്ല. ഞാൻ ഡോക്ടറോട് വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരുമില്ലാതെ ഇവിടെ നിന്നാൽ അഡ്മിറ്റ് ആക്കാൻ പറ്റത്തില്ല. കളമശ്ശേരി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോക്കോ, അവിടെയാണ് ഡയാലിസിസിനുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന വീട്ടിൽ ഇരുന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് അയച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങ് തൊട്ടില്ലെങ്കിൽ, അങ്ങ് സൗഖ്യം തന്നില്ലെങ്കിൽ ദേശക്കാരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളൊന്നും നടക്കാതെ വരും. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് അല്പമായി പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം അടുത്തുള്ള ഒരു താലൂക്ക് ആശുപത്രി ചെന്ന് ആ ഡോക്ടറോട് വിവരം പറഞ്ഞു, രോഗം എന്തോ ആയിക്കോട്ടെ, എന്നെ ഒരാഴ്ച ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം എന്നവരോട് തുറന്നു പറഞ്ഞപ്പോൾ അവര് അങ്ങനെ സമ്മതിച്ചു. അവിടെ 7 ദിവസം ആയപ്പോഴത്തേക്കും ക്രിയാറ്റിൻ 9 ആയിരുന്നത് അത് 7ലേക്ക് വന്നു. 10 ദിവസം ആയപ്പോഴത്തേക്കും അത് 4ലേക്ക് വന്നു. ഒരു 14 ദിവസം ആയപ്പോഴത്തേക്കും ആ ക്രിയാറ്റിൻ നോർമലിലായി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു,
അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകും, ഇനി കുറച്ച് ദിവസം റെസ്റ്റ് ഇരിക്കുക എന്ന് പറഞ്ഞ് ഇപ്പോൾ സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കുന്ന വീട്ടിൽ വന്ന് റെസ്റ്റ് ഇരിക്കുകയാണ്. എങ്കിലും പല ഭവനങ്ങളിൽ കടന്നുപോയി. യേശു തന്നെ കർത്താവ്, മറ്റൊരുവനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു അല്ലാതെ മറ്റൊരു നാമവുമില്ല. അത് വിളിച്ചു പറയാനുള്ള കാരണം, അനേക പാപങ്ങളിലും അനേക കഷ്ടങ്ങളിലും അനേക പ്രസവങ്ങൾ കൂടിയെല്ലാം നടന്നപ്പോഴും എല്ലാവരും കൈവിട്ട അവസ്ഥയിലും ഈ സ്വർഗത്തിലെ ദൈവമാണ് എന്നെ ബലപ്പെടുത്തിയത്. ഈ ദൈവത്തിന്റെ വചനം വിശ്വസിച്ചതുകൊണ്ടാണ് ഇന്ന് എൻ്റെ പ്രായക്കാര്, ഞാനവിടെ എന്നോടുകൂടെ ജീവിച്ചിരുന്ന അനേകരുണ്ട്. ഞങ്ങൾ ഒരു ഗ്യാങ് തന്നെ, ഒരു 10 പേര് ഗ്യാങ് ഉണ്ടായിരുന്നു. എല്ലാവിധ പണികൾക്കും, കള്ളത്തടി വെട്ട്, ചാരായം പാറ്റ്, എല്ലാവിധ മോശമായ പണികൾ ചെയ്ത് ജീവിച്ച ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിൽ ഈ 10 പേര് ജീവിച്ചിരുന്നതിൽ ഇന്ന് എൻ്റെ കൂട്ടുകാരും തന്നെ ഇല്ല. എല്ലാവരും മരിച്ചുപോയി, എല്ലാവരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. വിദേശത്തെ എൻ്റെ പ്രായക്കാര് എന്ന് പറയാൻ എന്നോട് കൂടെ നടന്നവർ ഞാൻ മാത്രമുള്ളൂ. അതിന് കാരണം, അതിന്റെ ഒന്നാമത്തെ കാരണം, ആ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി. അതാണ് ഒന്നാമത്തെ സത്യം. എനിക്ക് ആക്സിഡന്റ് പറ്റിയ സമയത്ത്, ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് 1 മാസം കൊണ്ട് ഈ 25 കിലോമീറ്റർ ഉള്ളില് 1 മാസം കൊണ്ട് 5 ആക്സിഡന്റ് ഉണ്ടായി. ഈ 5 ആക്സിഡന്റിലും 4 പേര് തത്സമയം അതേ ദിവസം തന്നെ മരിച്ചുപോയി. എന്നാൽ ആ ആക്സിഡന്റിൽ 5 പേര് ആക്സിഡന്റ് ഉണ്ടായതിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അത് അന്ന് അനുഭവിച്ച, അന്ന് കേട്ടവർക്കെല്ലാം വലിയ അത്ഭുതമായിട്ടത്. അതിന്റെ കാരണം, ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടി, നമ്മുടെ കഷ്ടങ്ങൾ അറിയുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടി, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടി, ഞാൻ സ്നേഹിക്കാതിരുന്നപ്പോൾ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടി. അത്രയും വലിയ മഹാഭാഗ്യമാണ് ഇന്ന് എന്നെ ഈ സാക്ഷ്യം പറയുവാൻ, എൻ്റെ ഈ അനുഭവ സാക്ഷ്യം മറ്റുള്ളവരോട് പറയുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ വളരെ കാലങ്ങളായി ഞാൻ ആഗ്രഹിച്ചു. ഈ കഷ്ടങ്ങളിൽ വിടുവിച്ച ദൈവം, ഈ രോഗത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, ഈ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, എൻ്റെ പ്രാണനെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ച, ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി തന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഈ ലോകത്തോടൊന്ന് വിളിച്ചു പറയുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ആഗ്രഹം ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിൽ ദൈവം അത് സാധിച്ചു തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇത് തുറന്നു പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ കേൾക്കുന്ന, എന്നെ സാക്ഷ്യം കേൾക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, ഈ യേശുവിന്റെ വാക്ക് അംഗീകരിച്ചാൽ, ദൈവജനത്തിൽ പറയുന്നത് പോലെ ഒന്നും ലഭിക്കാതെ പോലെ, ഒരു പൊടിപ്പരൽ പോലും കിട്ടാതെ തിരിച്ചു വന്ന് വല കടിക്കൊണ്ടിരുന്ന പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ട് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടും ലഭിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ നിരാശ മാത്രമുണ്ടായിരുന്നുള്ളൂ, പ്രയാസം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ളവരുടെ വെറുപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നുള്ള ഒരു മാറ്റം, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഓടി ഒളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഈ കർത്താവിന്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവരെന്നോട് ചേർത്തിരുത്തി അവരുടെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് അവരോട് പറയുവാനെല്ലാം അവസരം ഈ കർത്താവിന്റെ വചനം ഉള്ളിൽ വന്നതുകൊണ്ടും ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതുകൊണ്ടും മാത്രമാണ് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാൽ. അതുകൊണ്ട് ഞാൻ ഈ ദേശത്ത് 25 വർഷക്കാലം ജീവിച്ച് നടന്ന അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് അനേക ഭവനങ്ങളിലുള്ള അനേകർ എന്നെ വിളിക്കുന്നുണ്ട്, പ്രിയ സഹോദര, ഈ ഭവനത്തിൽ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്നെ കാണുമ്പോൾ പേടിച്ച് ഓടി നടന്ന ഒരു ദേശമായിരുന്നു. കാരണം ഞാൻ മദ്യപിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാട്ടാന അല്ലെങ്കിൽ കാട്ടുപോത്ത് റോഡിലേക്ക് ഇറങ്ങുന്നത് പോലെയുള്ള അനുഭവമായിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഭയങ്കര ഭയമായിരുന്നു. ഇന്നുള്ള ശരീരം പോലെ അല്ല അന്ന് ഉണ്ടായിരുന്നു എൻ്റെ ശരീരം. അന്ന് ഒരു 5-6 പേരൊന്നും എന്റെ നേരെ തിരിഞ്ഞ് എന്നെ തൊടാൻ പോലും കഴിയില്ല. അത് അത്രമാത്രം ആരോഗ്യമുള്ള ഒരു സമയമായിരുന്നു. എന്നാൽ അന്ന് മദ്യത്തിന്
അടിമയായി ആരും ഭയപ്പെടാതെ നടന്നതുപോലെ ഇന്ന് കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആരെയും എനിക്ക് ഭയമില്ല. ആരോടും ഭയമില്ലാതെ എവിടെയും ഏത് സമയത്തും ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞ് അവരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടും താല്പര്യത്തോടും ആണ് ഇന്ന് ഈ ദേശത്ത് നിൽക്കുന്നത്. ഈ ദേശം ദൈവം ഇനിയുള്ള കാലം എത്ര വർഷം എത്ര ആയുസ് തന്നാലും അത്രയും കാലം എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് തന്നിരിക്കുന്ന ആയുസ്. കാരണം എനിക്ക് ആ ഇഷ്യൂയിൽ വെച്ച് ആക്സിഡന്റിൽ അവിടെ വെച്ച് തീരാമായിരുന്നു. കഴിഞ്ഞ ദിവസം കിഡ്നിക്ക് പ്രശ്നം വന്നപ്പോൾ അവിടെ വെച്ച് തീരമായിരുന്നു. എന്നാൽ ഇതിൽ നിന്നല്ലോ എന്നെ മരണത്തിലേക്കും പ്രയാസത്തിലേക്കും ഒന്നും ഇടാതെ എന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിന് വേണ്ടി മരണം വരെ എൻ്റെ കർത്താവിന്റെ വചനവുമായി അനേകയിടങ്ങളിൽ ദൈവം അയക്കുന്നിടത്തെല്ലാം പോയി ഈ മാറ്റമില്ലാത്ത വചനം, ഈ വിടിവിക്കുന്ന വചനം, ഈ രക്ഷിക്കുന്ന വചനം മറ്റുള്ള ഹൃദയത്തിലേക്ക് ഒരു വലിയ മാറ്റമുണ്ടാകുവാൻ, അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, അവരുടെ കുഞ്ഞുങ്ങളിൽ ഒരു മാറ്റമുണ്ടാകുക, ഇതെല്ലാം ഞാൻ വളരെ ആഗ്രഹത്തോടെ ഇന്നും പകലിരുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം, എൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് തുറന്നു പറയാം, എൻ്റെ പ്രാർത്ഥനയെല്ലാം വിട്ട് കരയേണ്ട സമയത്ത് കരയാം, സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കാം. അതിനെല്ലാം സാഹചര്യം ദൈവം ഒരുക്കി തന്നാണ്. ഇപ്പോൾ ഞാനിവിടെ പാർക്കുന്ന സ്ഥലം തന്നെ ഈ ചെറിയൊരു വീടും ഈ സ്ഥലവും തന്നെ കർത്താവ് തന്നതാണ്. മറ്റൊരാള് കർത്താവ് മുഖാന്തരം മറ്റൊരാള് ചെറിയൊരു ദാനം തന്നതുകൊണ്ടാണ് ആ പൈസ കൊടുത്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇവിടെ വന്ന് ഞാൻ 6 മാസക്കാലം എങ്ങും പോകാതെ 6 മാസത്തോളം ഇവിടെ ഇരുന്ന് പ്രാർത്ഥന മാത്രമായിരുന്നു. കർത്താവ് അങ്ങനെ എന്നോട് പറഞ്ഞയച്ചത്, നീ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. 6 മാസം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ സമയം തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. അനേക ഭവനങ്ങളിൽ അനേക വ്യക്തി ജീവിതങ്ങളോടെല്ലാം ദൈവവചനം പറയുവാൻ, കവലകളിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ, കവലകളിൽ നിന്ന് പരസ്യോഗം ചെയ്യുവാൻ എല്ലാം ദൈവം ബലം തന്നുകൊണ്ടിരിക്കുന്നു. ആ ബലത്തോടെ തുടർന്ന് ഇന്നും പോകാൻ ഇനി കുറെ നാളുകൾ ദൈവം എത്ര ആയുസ് തരുന്നു അത്ര ആയുസ് കർത്താവ് അയക്കുന്നിടത്തെല്ലാം പോയി ഈ ജീവിക്കുന്ന ദൈവത്തെ, വിടിവിക്കുന്ന ദൈവത്തെ, ഈ രക്ഷിച്ച ദൈവത്തെ ഉയർത്തുവാൻ വളരെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ പോകുന്നു. എന്നെ കേൾക്കുന്ന, എന്റെ ഈ സാക്ഷ്യം കേൾക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും വേദനയിൽ കഴിയുന്നുണ്ടെങ്കിൽ, നിരാശയിൽ കഴിയുന്നുണ്ടെങ്കിൽ, രോഗത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, മക്കളെ കുറിച്ച് ഭാരമുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ചു വരും. ആ രോഗത്തിനെ മാറ്റുവാൻ എൻ്റെ കർത്താവിനെ കൊണ്ട് സാധ്യമാണ്. എന്ത് രോഗമായാലും, മാനസിക രോഗമായിക്കോട്ടെ, ആക്സിഡന്റുമായിട്ട് രോഗമായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഴുത്തിൽ കീഴ്പോട്ട് തളർന്നു പോയതാണ്. ഡോക്ടറെ വിധിയെഴുതുകയാണ്, ഇനി എനിക്കില്ല എന്ന്. അവരുടെ റിപ്പോർട്ടിൽ അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ റിപ്പോർട്ടിനെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ദൈവത്തിന്റെ ശക്തി. ആ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ്, ആ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്, ആ വചനത്തിൽ, ആ ദൈവത്തിന്റെ വചനം നമുക്ക് ഈ ഭൂമിയിലേക്ക് തന്നിരിക്കുന്ന വചനം നമ്മൾ വായിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകർത്തുമ്പോഴാണ് അത് വ്യത്യാസം ഉണ്ടാകുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞാലും സൗഖ്യമാക്കുക തന്നെ ചെയ്യും. അത് അനുഭവിച്ചതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അനുഭവിച്ചു, എൻ്റെ ഭാര്യ അനുഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ എന്നോട് കൂടെ നടക്കുന്ന പലരും ഈ സൗഖ്യം അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ കർത്താവേ, എന്നെ സൗഖ്യമാക്കിയ ദൈവം എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, അവരുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാകണം, അവരുടെ കുഞ്ഞുങ്ങളിൽ മാറ്റമുണ്ടാകണം. അവർ നിരാശപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ ദൈവം അവരുടെ നിരാശകളെ മാറ്റണം. ദൈവം ഇറങ്ങി വരണം. കർത്താവേ, ഐസിയുയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, ഐസിയുയിലെ ബെഡിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച ദൈവമേ, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവണം കർത്താവേ. അവരുടെ നിരാശകളെല്ലാം മാറി ഒരു പ്രത്യാശ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരമുണ്ട് കർത്താവേ, അവരുടെ കുടുംബത്തെ കുറിച്ച് ഭാരമുണ്ട്, അവരുടെ മുമ്പിലുള്ള ജീവിതത്തെ കുറിച്ച് ഭാരമുണ്ട്. അവർക്കെല്ലാം ദൈവം വലിയ വ്യത്യാസം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ സാക്ഷ്യത്തിൽ കൂടി അവർക്ക് മനസ്സിലാകണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന് ഒരു
കാര്യവും അസാധ്യമല്ല, ഒരു കാര്യവും അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഈ സമയം വരെയും അങ്ങയുടെ ഹല്ലേലൂയ മഹത്വമേറിയ സാക്ഷ്യം പറയുവാൻ, അങ്ങ് പ്രവർത്തിച്ച വിധങ്ങളെ പറയുവാൻ ദൈവാളിയെ സഹായിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങയുടെ വചനവുമായി അങ്ങയുടെ ഹല്ലേലൂയ മാറ്റമില്ലാത്ത ഈ ശക്തി ഉപയോഗിച്ച്, അങ്ങ് തന്ന ഈ ശക്തി ഉപയോഗിച്ച് കർത്താവേ അനേകരെ ശക്തിപ്പെടുത്തുവാൻ, അനേകരെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമേ. അടിയനു വേണ്ടി ഹല്ലേലൂയ ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനെ ഒരു ഹല്ലേലൂയ യൂട്യൂബ് ചാനൽ, അങ്ങനെ ഒരു സംരംഭം ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസനെയും ദാസിയെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ, അവരുടെ പ്രവർത്തികളെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം മറ്റുള്ള ഹൃദയത്തിൽ വേദനയായിരിക്കുന്ന, രോഗിയായിരിക്കുന്നവർക്കെല്ലാം വലിയൊരു വിടുതൽ ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പൊന്നുനാഥ. എത്ര മനോഹരമായ ഒരു അനുഭവം ദൈവം നൽകിയല്ലോ. ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല, ഈ യേശുവില്ലാതെ മറ്റൊരു ദൈവമില്ല, ഈ ഹല്ലേലൂയ ഈ രക്ഷയല്ലാതെ മറ്റൊരു രക്ഷയില്ല കർത്താവേ. ഇതെല്ലാം അറിയുവാൻ, അനുഭവിക്കുവാൻ എല്ലാവരെയും ബലപ്പെടുത്തണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. ദൈവം ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.